ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ കർക്കിടക മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ കാമികാ ഏകാദശിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ദേശീയ വർഷമായ ശകവർഷപ്രകാരം ഇപ്പം ശ്രാവണ മാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചന്ദ്രവർഷം അനുസരിച്ച് നമ്മുടെ ചാന്ദ്രപക്ഷ രീതിയിൽ നോക്കുമ്പം ഇത് ആഷാഢമാസവുമാണ്. അതായത് കേരളം തമിഴ്നാട്ടിലൊക്കെ ജൂലൈ 25 വെള്ളിയാഴ്ചയാണ് ശ്രാവണമാസം ആരംഭിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ശ്രാവണമാസം ആരംഭിച്ചു കഴിയുകയും ചെയ്തു. അപ്പം ശ്രാവണ മാസത്തിൽ വരുന്ന ഏകാദശിയായിട്ട് നമുക്കിതിനെ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ശ്രാവണമാസം എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവന് പ്രിയപ്പെട്ട മാസമാണെന്നും വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിൽ പോയിരിക്കുന്നത് കൊണ്ട് തന്നെ സൃഷ്ടിയുടെ പരിപാലനം ഭഗവാനാണ് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യവും. ഈ ഒരു ഏകാദശിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. അത് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യമേ പറഞ്ഞു, കർക്കിടകത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ കാമികാ ഏകാദശി, പവിത്ര ഏകാദശി എന്നും ഈ ഏകാദശി അറിയപ്പെടുന്നുണ്ട്. ഈ ഏകാദശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ശരിയായ രീതിയിൽ ഈ ഏകാദശി വ്രതം നോറ്റാൽ എല്ലാ തടസ്സങ്ങളും അകന്ന് ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. അതുമാത്രവുമല്ല, ഇഹലോകത്തിലും പരലോകത്തിലും വിഷ്ണു പ്രാപ്തിയും ഒപ്പം തന്നെ സർവ്വവിധത്തിലുമുള്ള സൗഭാഗ്യങ്ങളും ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു കാമികാ ഏകാദശിയുടെ പ്രത്യേകത. ഈ ഏകാദശി നാളിൽ ചതുർഭുജങ്ങളിൽ, അതായത് 4 കൈകളിലും താമരപ്പൂവും ശംഖും ചക്രവും ഗദയും ധരിച്ചിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ ശ്രീധരനായും ഹരിയായും മധുസൂദനനായും പത്മനാഭനായുമൊക്കെ നമ്മൾ ഉപാസിക്കണമെന്നാണ് പറയുന്നത്. അതിന് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം നമ്മൾ ഭഗവാന്റെ ദ്വാദശ മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ്. വിഷ്ണു ദ്വാദശ മന്ത്രം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ചൊല്ലേണ്ടുന്ന ഒരു രീതിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശരിയായി ഈ ഏകാദശി വ്രതം നോറ്റാൽ അപാരമായ പുണ്യത്താൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ലൈഫിൽ മുടങ്ങിക്കിടക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, തിങ്കളാഴ്ചയാണ് ഏകാദശി വന്നിരിക്കുന്നത്. നമുക്ക് മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ഒരുപോലെ പൂജിക്കാൻ പറ്റുന്ന ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. പിതൃദോഷങ്ങൾ അകറ്റാനും ഈ ഒരു പൂജ നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ദിവസം തീർത്ഥസ്നാനം ചെയ്താൽ അശ്വമേധയാഗത്തിന് തുല്യമായിട്ടുള്ള ഫലമാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഗംഗാജലമുണ്ടെങ്കിൽ ആ ഗംഗാജലം നിങ്ങൾക്ക് നാളെ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് കുളിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പം ഒരു കൈ വെള്ളം നമ്മുടെ കൈപ്പിടിയിലെടുത്തിട്ട് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി ച നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞ് ആ ജലം കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് നമ്മൾക്ക് കുളിച്ചാൽ പുണ്യ നദികളിൽ കുളിച്ച ആ ഒരു തീർത്ഥ സ്നാനം ചെയ്ത ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏകാദശി തലേ ദിവസം ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കിയുള്ള 2 നേരം, ഇന്ന് ഞായറാഴ്ച. അപ്പം നിങ്ങൾ രാത്രിയിൽ നോൺ വെജ് ഒന്നും കഴിക്കരുത്. ഇന്നത്തെ ദിവസം നോൺ വെജേ കഴിക്കാതെ പിറ്റേ ദിവസം തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് വീട്ടിൽ ശിവലിംഗവും മഹാവിഷ്ണുവിനെയും, നിങ്ങൾ അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ 2 പേരെയും ഒന്നിച്ചു തന്നെ പാലുകൊണ്ടും ജലം കൊണ്ടും അഭിഷേകം ചെയ്യണം. ഗംഗാജലമുണ്ടെങ്കിൽ ഗംഗാജലം കൊണ്ടും നാളെ നമ്മൾ ഭഗവാനെ അഭിഷേകം ചെയ്യണം. ഈ ഒരു കാമികാ ഏകാദശിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നാളത്തെ ദിവസം മറക്കാതെ തുളസി പൂജ ചെയ്യേണ്ടതാണ്. മഹാഭാരത കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് കാമികാ ഏകാദശിയുടെ ഫലം വിവരിച്ചതായിട്ടാണ് പറയുന്നത്. ബ്രഹ്മാവ് നാരദ മുനിക്ക് പകർന്നു നൽകിയ കാമികാ ഏകാദശി വ്രതമാഹാത്മ്യമാണ് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്. അതായത് ലൗകിക ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കാമികാ ഏകാദശി വ്രതം നോറ്റ് വിഷ്ണു പാദങ്ങളിൽ തുളസീദളം അർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്.
അങ്ങനെ ചെയ്താൽ പാപമോചനം നൽകി ആ വ്യക്തിയെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ച് മോക്ഷം നൽകുമെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രവുമല്ല, ഈ ഒരു ഏകാദശിയുടെ പ്രത്യേകത ചാതുർമാസ്യത്തെ ആദ്യത്തെ ഏകാദശിയാണ്. ചാതുർമാസം ഈ കഴിഞ്ഞ പൗർണമിക്ക് പിറ്റേ ദിവസം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തുളസി പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ തിങ്കളാഴ്ച സൂര്യോദയ ശേഷം നിങ്ങൾ തുളസി ദേവിക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടുവെക്കുന്നവരാണെങ്കിൽ അതൊക്കെ വെച്ച് സാമ്പ്രാണി കൊണ്ടൊരു ധൂപവും കാണിച്ച് നെയ്വിളക്കും കൊളുത്തി 3 പ്രദക്ഷിണം വെക്കണം. പ്രദക്ഷിണം വെക്കുമ്പോൾ തുളസി ദേവിയുടെ മന്ത്രം ചൊല്ലണം. ഒപ്പം തന്നെ നാളെ തുളസി ദേവിക്ക് ജലവും സമർപ്പിക്കണം. ഏകാദശിക്ക് തുളസി ദേവി വ്രതത്തിലാണ്. അതുകൊണ്ട് തന്നെ തുളസി ദേവിക്ക് ജലം സമർപ്പിക്കരുതെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഒരിക്കലുമല്ല. ഏകാദശികളിൽ മറ്റുള്ള ഏതൊരു ദിവസം നിങ്ങൾ തുളസി പൂജ ചെയ്തില്ല എങ്കിലും ഏകാദശി ദിവസം വളരെ പ്രത്യേകമായിട്ട് തന്നെ തുളസി പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ നാളെ അന്നദാനം ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ എല്ലാ ഏകാദശികളിലും ഞാൻ റിപ്പീറ്റായിട്ട് പറഞ്ഞു തരുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം, ഏകാദശിയുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ഹരിവാസര സമയം ആരംഭിക്കുന്നത് നാളെ തിങ്കളാഴ്ച വെളുപ്പിന് 4:18 മുതൽ വൈകിട്ട് 3:02 വരെയാണ്. അപ്പോൾ ആ ഒരു സമയങ്ങളെന്ന് പറയുന്നത് കഴിവതും നമ്മൾ ഉറങ്ങാതെ നോക്കണം. അതുപോലെ തന്നെ ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാനെ സേവിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യവുമാണ്. പിന്നെ പാരണം വീടേണ്ടത് പിറ്റേ ദിവസം ജൂലൈ 22 ചൊവ്വാഴ്ച രാവിലെ 5:57-നും 7:06-നും ഇടയ്ക്കുള്ള സമയം. ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം സേവിച്ചോ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ചോ പാരണ വീടാവുന്നതാണ്. ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം എല്ലാവരും വ്രതമെടുക്കാൻ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യസ്ഥിതി അനുസരിച്ച്, നിങ്ങൾ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇനി നിങ്ങൾക്ക് വ്രതമെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ നോൺ വെജ് എങ്കിലും അന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നാളത്തെ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം തുളസി പൂജ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. നാളത്തെ ദിവസം തുളസി പൂജ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തുളസി ദേവിക്ക് ജലം സമർപ്പിക്കണം എന്നുള്ളത്. 1 സ്പൂൺ പാലും കൂടിയിട്ട് ആ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നാളെ തുളസി ദേവിക്ക് ജലം സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് മറക്കരുത്. നമ്മുടെ വീട്ടിലോട്ട് ധനവരവിന് ഇത് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളവരാണെങ്കിൽ, അങ്ങനെ അല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ക്ഷേത്രത്തിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ചെയ്യേണ്ടുന്ന കാര്യം തുളസി സമർപ്പിച്ചുകൊണ്ട് തന്നെ നാളെ ഭഗവാന്റെ ദ്വാദശ മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ്. ദ്വാദശ മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കാം. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. അതായത് നമ്മൾ ഭഗവാന്റെ എല്ലാ നാമങ്ങളും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ ചൊല്ലണം. 12 മന്ത്രങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ 4:08 മുതൽ 3:02 വരെയാണ് ഹരിവാസര സമയം. അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ 12 തുളസീദളങ്ങൾ എടുക്കുക. 12 തുളസീദളങ്ങളിലും ഒരല്പം ചന്ദനം ചാലിച്ച് തൊട്ട് തേക്കുക. അത് നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറും പച്ചക്കർപ്പൂരവും കൂടെ മിക്സ് ചെയ്തിട്ട് ചന്ദനം നിങ്ങൾക്ക് ആ ഒരു തുളസി ഇലയിൽ തേച്ചിട്ട് ഈ ഓരോ മന്ത്രവും ചൊല്ലി ഓരോ തുളസി ഇല ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. ഓം കേശവായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഒരു തുളസി ഇല സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പം ഈ 12 തുളസി ഇലകളും നിങ്ങൾ കൈവെള്ളയിൽ വെച്ച് അവിടെ ചെന്ന് ശ്രീകോവിലിൽ ഭഗവാനെ നോക്കി ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട്, അപ്പം ചന്ദനം തേക്കേണ്ട ആവശ്യമില്ല, അത് ഭഗവാന് ശ്രീകോവിലിനുള്ളിൽ സമർപ്പിക്കാനായിട്ട് കൊടുക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരണമെന്ന് ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ.
ഇനി മൂന്നാമതായി നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യം ഭഗവാന് കൂവളത്തില സമർപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ സമർപ്പിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 3 ഇതളുകളോട് കൂടിയ കൂവളത്തില എടുക്കണം. ആ കൂവളത്തിലയിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ 3 ഇതളുകളോട് കൂടിയ ഒരു കൂവളത്തില എടുക്കുക. ആ കൂവളത്തില നമ്മൾ എന്ത് ചെയ്യണം? മഞ്ഞൾപ്പൊടിയും ഒരല്പം, നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ, അതല്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ രാമ 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 എന്ന് എഴുതണം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മന്ത്രമായ ഓം നമോ നാരായണായിൽ നിന്നെടുത്ത രാ എന്ന അക്ഷരവും ഭഗവാൻ മഹാദേവൻ്റെ നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ നിന്നെടുത്ത മായും ചേർത്താണ് രാമ എന്നുള്ള വാക്കുണ്ടായത്. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഈ നാമം നമ്മൾ ഈ ഒരു ശ്രാവണ മാസത്തിൽ കൂവളത്തിലയിൽ എഴുതി ഭഗവാൻ മഹാവിഷ്ണുവിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും സഫലമായി കിട്ടും. നിങ്ങൾക്ക് 12 കൂവളത്തില എടുക്കാം. അപ്പോൾ അത്രയൊന്നുമില്ലെങ്കിലും ഒരേ ഒരു കൂവളത്തില എടുത്തിട്ട് ആ 3 ഇതളുകളിലും ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ രാമ 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 എന്ന് എഴുതി അത് കയ്യിൽ പിടിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെയും ഭഗവാൻ മഹാദേവനെയും മനസ്സിലോർത്ത് 11 പ്രാവശ്യം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രവും 11 പ്രാവശ്യം ഓം നമശിവായ എന്നുള്ള മന്ത്രവും ചൊല്ലിയിട്ട് നിങ്ങൾ ഈ ഒരു കൂവളത്തില നിങ്ങളുടെ വീട്ടിലെ മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാര വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോയാണോ ഉള്ളത് അതിന് സമർപ്പിക്കാവുന്നതാണ്. മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ചു സമർപ്പിച്ചോളൂ. നിങ്ങളുടെ ആഗ്രഹം അത് 2 പേരും ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തന്നിരിക്കും. ഈ 3 കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ 3 കാര്യങ്ങളും. നമ്മുടെ മുൻജന്മ പാപങ്ങളും കർമ്മദോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ വളരെയധികം അത്യുത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ എന്ന് പറയുന്നത്. അപ്പം അത് കഴിവതും എല്ലാവരും നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.